പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ 2 ദിവസമായി അക്രമ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15-20 ദിവസമായി അവിടെ നടക്കുന്ന നിരാഹാര സമരങ്ങളും അതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലെ ന്യൂസിൽ കൂടെയൊക്കെ കണ്ടതാണ്. പക്ഷേ ഇത് 2 ദിവസമായിട്ട് അത് ഭയാനകമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലേക്ക് നടന്ന ലാത്തിച്ചാർജും എത്ര വിദ്യാർത്ഥികൾക്കൊക്കെ പരിക്കേറ്റത്. രാജ്യത്തെ ഒരു സംവിധാനത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഇതേപോലുള്ള ആക്രമണങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നടന്ന സംഭവം എല്ലാവരെയും ഞെട്ടിച്ച സംഭവമാണ്. ഈ 15 ദിവസമായിട്ട് നടക്കുന്ന ഈ സമരത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇതുവരെ തയ്യാറായില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു നിമിഷം കൊണ്ട് എന്താ സംഭവിച്ചെന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ ഇല്ലെന്നും പറഞ്ഞ് 2-3 ദിവസമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാനില്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരു സുപ്രഭാതത്തിന് ഒരു വൈകിട്ടോട് കൂടി പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയാണ് അവർക്ക് കോക്രോച്ച് പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കൂടെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം അങ്ങ് പ്രഖ്യാപിക്കുകയും സ്വന്തം പാർട്ടിയിലുള്ള വ്യക്തികൾ പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു സമരം സംഘടിപ്പിക്കുന്നത്. എംപിമാരൊക്കെ അത് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബഹളമായി കഴിഞ്ഞിരുന്നു. എംപിമാരൊക്കെ വന്ന് എന്താണ് സംഭവം എന്ന് പോലും അറിയുന്നില്ല. കേരളത്തിൽ നിന്നൊക്കെ പോയി മന്ത്രിമാരെയൊക്കെ തൂക്കിയെടുത്ത് പോലീസിൽ കൊണ്ടുപോകുമ്പോഴാണ് അവരെ എന്താ സംഭവം എന്ന് പോലും അറിയുന്നത്. രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുന്ന അറിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ അവിടെ ചെന്നു. മുഖ്യമന്ത്രി അറിഞ്ഞാൽ സംഭവം എന്താണെന്ന്. വേറൊരു മന്ത്രി ഓടിച്ചെല്ലുന്നു, ഞങ്ങളും പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നു. നേരെ ചെന്ന് ബസ് പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 15-20 ദിവസമായിട്ട് ഈ കുട്ടികൾ അവിടെ സമരം ചെയ്യുമ്പോൾ അന്ന് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ്. പാർലമെന്റിൽ ഇങ്ങനെ ഒരു പേപ്പറോ ഇതിനെക്കുറിച്ച് നീറ്റ് പരീക്ഷയെ കുറിച്ചൊരു പേപ്പറോ ഒരു പ്രമേയമോ കൊണ്ടുവരാൻ ശ്രമിക്കാത്ത താങ്കൾ ഇവിടെ ഈ കുട്ടികളുടെ സമരം വിജയിക്കുമെന്ന് കണ്ടപ്പോൾ ഒരു സുപ്രധാന പെട്ടെന്ന് ദൈവപുത്തി വന്നതുപോലെ ഒന്ന് പറയാൻ ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു തിരിമറി നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. BJP എന്ന പാർട്ടി എന്ന് പ്രതിസന്ധിയിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷകനായിട്ട് താങ്കൾ ഉണ്ടാവും അവിടെ. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവം. കുട്ടികളുടെ സമരം വിജയത്തിലെത്തിക്കെടുക്കുമ്പോൾ ഇന്നലേക്ക് നടന്ന സംഭവങ്ങൾ കൂടുതൽ ജനങ്ങൾ, വിദ്യാർത്ഥികൾ അതിലത്തേക്ക് പങ്കെടുക്കുമ്പോൾ അത് വിജയിക്കുമെന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്തൊരു ഉഡായിപ്പ് നയമാണോ എന്നൊരു സംശയമുണ്ട്. ഇത് കണ്ടിട്ട് അതൊക്കെയാ തോന്നുന്നത്. കാണുന്ന ജനങ്ങൾക്കും അതൊരു സംശയം ആയിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇന്ത്യയിൽ തന്നെ മഷീട്ട് നോക്കിയിട്ട് പോലും കാണാത്ത ഒരു നേതാവ്, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാക്കന്മാർ പോലും ഇതിനെക്കുറിച്ചൊരു പ്രസ്താവനയോ ആരെങ്കിലും ചെന്ന് കാണുകയോ, എത്രയോ ദിവസം കൊണ്ട് നിരാഹാരം കിടക്കുന്ന ഒരു ആളുണ്ട് അവിടെ, ആരെങ്കിലും പോയി കണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രസ്താവന നടത്തിയോ? ഒന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അവിടെ തന്നെ വരാനും വേറൊരു കാര്യമുണ്ട്. 2 ദിവസം മുമ്പ് നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വയസ്സ്, രാഹുൽ ഗാന്ധിയുടെ വയസ്സ് എത്രയാണ്, 54 വയസ്സായി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിയായിരുന്നു. അതിന്റെ കലിപ്പും കൂടെ തീർക്കാനായിരിക്കും അവിടെ വന്ന് നിന്നത്. എന്തായിരുന്നാലും കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതിൽ സന്തോഷമുണ്ട്. പക്ഷേ അതൊരു മുതലെടുപ്പാക്കി മാറ്റരുത് എന്നാണ് പറയാനുള്ളത്. ഇവരിത്രയും ദിവസം കഷ്ടപ്പെട്ട് ഈ ഒരു സമരം ഇതുവരെ കൊണ്ട് എത്തിച്ചപ്പോൾ ഇടതുപക്ഷം എന്ന പ്രസ്ഥാനമല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു അവരെ കൂടെ സഹകരിക്കാനായിട്ട്. അപ്പോൾ ഇവരെ കുഴിയിൽ കൊണ്ടിച്ചടിക്കാതെ അവരെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അതിൻ്റെതായ ഒരു മെച്ചൂർഡ് കാണിക്കണം. കുട്ടികളുടെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ അന്ന് ടൂറിലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വളർന്നു വരാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാനൊക്കെ കഴിയൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കളിയാക്കുന്നത് കറക്റ്റാണ്. മോഡി കളിയാക്കുന്നത് കറക്റ്റ് കാര്യമാണ്. തങ്ങളുടെ ഈ നല്ലൊരു രാഷ്ട്രീയക്കാരനായി ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. അതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. എന്തായിരുന്നാലും ആ സമരം ചെയ്യുന്ന കുട്ടികളെ കുഴിയിൽ കൊണ്ട് ചാടിക്കാതെ അവരെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് എല്ലാ പാർട്ടിക്കാരും ശ്രമിക്കണമെന്നാണ്
ഇതിലൂടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.